മറ്റു വാർത്തകളിലേക്ക് പോകാം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പത്തനംതിട്ട ഓമല്ലൂരിലെ ഓട്ടിസം സെന്റർ. ഒറ്റമുറി മാത്രമുള്ള ഒരു ക്ലാസ് റൂമിൽ 65ഓളം ഭിന്നശേഷി കുട്ടികളാണ് പഠനത്തിനും ഫിസിയോതെറാപ്പിക്കുമായി ദിവസവും എത്തുന്നത്. സൗകര്യപ്രദമായ ഒരു കെട്ടിടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളും നിവേദനങ്ങളും ഒക്കെ അധികൃതർക്ക് നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. 2020 ഓമല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒറ്റമുറിയിൽ ഓട്ടിസം സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. അന്നു മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ക്ലാസ്സിലാണ് ഭിന്നശേഷിക്കാരായ 65ഓളം കുട്ടികളുടെ പഠനവും ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും എല്ലാം നടക്കുന്നത്. നിന്നുതിരിയാൻ പോലും ഇടമില്ലാത്ത ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും രേഖകളും സൂക്ഷിക്കാനിടമില്ല. കുട്ടികൾക്കായി പ്രത്യേകം ടോയ്ലറ്റും ഇവിടെയില്ല. ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ 65 കുട്ടികൾക്ക് ഇപ്പം ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പ്രൈവസി ഇല്ല. അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഉപകരണങ്ങളും എല്ലാമായിട്ട് ഒറ്റമുറിക്കുള്ളിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പഴയ ലാബ് നവീകരിച്ച് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരാമെന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ 3 വർഷമായിട്ട് ഫണ്ട് അനുവദിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. സൗകര്യപ്രദമായ മറ്റൊരു കെട്ടിടം വേണമെന്ന് രക്ഷിതാക്കളും അധ്യാപകരും വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. സ്ഥലപരിമിതിയാണ് മെയിനായിട്ടുള്ളത്. കാരണം കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ആ ഒരൊറ്റമുറി കെട്ടിടത്തിൽ ഇത്രയും കുട്ടികൾ വന്ന് നമുക്ക് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ഇത് ചെയ്യുമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പേരൻസ് എല്ലാം കൂടെ ജില്ലാ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി നേരിട്ട് തന്നെ കൊടുത്തതാണ്. പക്ഷേ അനുവദിക്കാമെന്ന് പറയുന്നതല്ല, നമുക്കൊരു പുതിയ കെട്ടിടം സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇതുവരെയും അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടോ അതിനെക്കുറിച്ചൊരു നടപടി ഉണ്ടായിട്ടില്ല. നിലവിൽ ഓട്ടിസം സെന്ററിനായി സ്കൂൾ വിട്ടു നൽകിയ ക്ലാസ് റൂം സ്കൂൾ തുറക്കുന്നതോടെ ഒഴിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വെക്കേഷന് മാറ്റിത്തരാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉടനെ ഈ വെക്കേഷന് ചെയ്യും ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. സ്കൂൾ തുറക്കുമ്പം പിന്നെ ഈ ഓട്ടിസം സെൻറ്റർ ഈ പുതിയ സ്ഥലത്തേക്ക് മാറുകയും അപ്പോൾ നമുക്കിവിടെ കൊച്ചുകുട്ടികളുടെ ക്ലാസ് റൂമുകൾ ആക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇനിയിപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, ഇനി മെയ് മാസം 1 മാസമല്ലേ ഉള്ളൂ. ഓട്ടിസം സെന്റർ പ്രവർത്തിക്കുന്നതിനായി പുതിയ കെട്ടിടം അടിയന്തരമായി വേണമെന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട.